Guys, നമ്മുടെ ടോക്കിയോ കസ്റ്റംസിന്റെ പുതിയൊരു വണ്ടി നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നു. പ്രതീക്ഷിച്ച ഒരു രീതി തന്നെ ആയിട്ടുണ്ട് വണ്ടി. അതിനൊക്കെ നന്നായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കളറാണ്. ഈ കളറിനെ കുറിച്ചൊന്ന് പറയാമോ? ഇതിപ്പോ വരുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. കസ്റ്റമർ ഒരു മോഡൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് ആ ഒരു മോഡലിൽ തന്നെ നമ്മൾ ചെയ്തതാണ്. ഗൈസ്, നമ്മുടെ ടോക്കിയോ കസ്റ്റംസിന്റെ പുതിയൊരു വണ്ടി നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത്. പുതിയ വർക്ക് നമ്മൾ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ മുട്ടത്തേക്ക് നമ്മുടെ വർക്ക്ഷോപ്പ് മാറ്റിയിട്ടുണ്ട്. അപ്പൊ മുട്ടത്ത് വർക്ക്ഷോപ്പ് തുടങ്ങിയ പിന്നെയുള്ള ഫസ്റ്റ് റിവീലാണ് നമ്മൾ ചെയ്യുന്നത്. അതും ബൊലേറോ ആണെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ഇപ്പോൾ ഒരുപാട് പേര് ബൊലേറോ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു വണ്ടി റിവീൽ ചെയ്തുകൊണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു വണ്ടിയിൽ നടത്തിയത് നമുക്ക് നോക്കാം. അപ്പോൾ ടോക്കിയോ കസ്റ്റംസിലെ ജിഫ്രി നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്, ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ജിഫ്രിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ്. അതിനുശേഷം കുറെ വണ്ടികൾ വർക്കൊക്കെ കണ്ടു, ഒരുപാട് ചെയ്തിട്ടുണ്ടായി. ആ ചേർത്തല തന്നെ അറിഞ്ഞില്ലേ? ഇപ്പൊ നമ്മള് ജസ്റ്റ് ഇങ്ങോട്ട് മാറിയിട്ട് ഒരു 2 വീക്സ് ആവുന്നേ ഉള്ളൂ. നമ്മളിപ്പോ ആലുവ മുട്ടം മെട്രോയുടെ പുറയിലേക്ക് ഒരു ഷോപ്പ് കിട്ടിയപ്പോ അങ്ങനെ മാറിയതാണ്. എല്ലാവർക്കും അവിടെ എത്തിപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. സ്ഥലത്തിന്റെ പരിമിതിയുണ്ട്. നമുക്ക് വർക്ക് ഓൾറെഡി ഉണ്ട്, പെൻഡിങ് കിടപ്പുണ്ട്. അപ്പൊ എല്ലാം കൂടി ആയിട്ട് കൺസിസ്റ്റഡ് ആയിട്ട് പോകുന്നില്ല. അപ്പൊ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് മെയിനായിട്ട് മാറിയത്. എനിക്ക് ബൊലേറോ തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ബൊലേറോ നമ്മൾ വരുന്നത് ചെയ്തു കൊടുക്കും, അത്രേ ഉള്ളൂ നമ്മുടെ ഒരു ഇത്. ഒരുപാട് പേര് ഇപ്പൊ ബൊലേറോ കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഈ ഒരു വണ്ടി എനിക്ക് തോന്നുന്നു ഈ ഒരു അടയ്ക്കാണ് കുറെ ആൾക്കാർ കൂടുതലായിട്ട് ഇങ്ങനെ മോഡിഫൈ ചെയ്ത് കണ്ടു തുടങ്ങി. നല്ല എൻക്വയറീസ് വരുന്നുണ്ട് ഇഷ്ടം പോലെ. അതിനൊരു മെയിൻ ആള് ജിഫ്രി തന്നെയാണെന്ന് പറയാം നമുക്ക്. എന്തായാലും നമുക്ക് ഒരുപാട് സമയം കളയണ്ട, നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയാനായിരിക്കും എല്ലാവർക്കും താല്പര്യം. അപ്പൊ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇത് ഏത് മോഡൽ വണ്ടിയായിരുന്നു? 14 മോഡൽ. 14 മോഡൽ പഴയ ഷേപ്പാണ്. ഇതിന്റെ പഴയ വീഡിയോസ് നിങ്ങളുടെ അടുത്തിരിക്കുന്നോ? ജസ്റ്റ് കാണിച്ചു കൊടുക്കാൻ നമുക്ക് വീഡിയോയിൽ ആഡ് ചെയ്യാം. ഉണ്ടാവില്ല, അപ്പൊ അതൊന്നും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഫേസ് ലിഫ്റ്റ് ചെയ്താണ് ഏറ്റവും ന്യൂ മോഡലിലേക്ക്. നോർമലി നമ്മൾ ചെയ്യാറ് ബോണറ്റ് കാര്യങ്ങളൊന്നും മാറാറില്ലായിരുന്നു. ഈ വണ്ടിയിൽ A to Z മാറിയിട്ടുണ്ട്. ബോണറ്റ് വരെ ന്യൂ മോഡൽ ബോണറ്റ് ആണ്. അപ്പൊ അതിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിഫറെന്റ് ആണ്. അതൊക്കെ നമ്മൾ രണ്ടാമത് റെഡിയാക്കി എടുക്കേണ്ടത്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഫോഗ് ലാമ്പ് നമ്മൾ കസ്റ്റം ചെയ്തിരിക്കുന്നതാണ്. അത് ഇതുമേലെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. ഇതില് 2 ലൈറ്റ് ഉണ്ട്, യെല്ലോയും വൈറ്റും ഉണ്ട്. അത് ബ്ലിങ്ക് ചെയ്യല്ല? അല്ല, ബ്ലിങ്കിങ് അല്ല. നമുക്ക് ആവശ്യമുള്ളപ്പോൾ യെല്ലോ യൂസ് ചെയ്യുമ്പോൾ യെല്ലോ ചേഞ്ച് ചെയ്യാൻ പറ്റും. സ്വിച്ച് വെച്ച് കൺവെർട്ട് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നോർമലി ചെയ്യുന്ന പോലെ തന്നെ ഹെഡ്ലൈറ്റിൽ LED ആഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് LED വെച്ചില്ലെങ്കിൽ ഉള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാലജൻ ബൾബ് ആകുമ്പോൾ ഇത് പെട്ടെന്ന് മഞ്ഞിച്ചു. അതാണ് കൂടുതൽ കമ്പനിക്കാർ പോലും അവരുടെ ഒരു മാർക്കറ്റിംഗ് ആയിട്ട് അവർ വെച്ച് കിട്ടുന്നതാണ്. അപ്പൊ LED ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ അത് മെഷ് ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിലെ വ്യൂ ഒരു നീറ്റ് അല്ലാത്തതുകൊണ്ട് ഡബിൾ മെഷ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാരണം സിംഗിൾ മെഷ് വെച്ചാൽ കാണും ഒരു പരിധി വരെ. ഇപ്പൊ അത്ര അങ്ങോട്ട് നോട്ടം എത്തില്ല നമുക്ക്, എന്നാലും കാണാൻ പറ്റും. ആ ഒരു ഇതിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ നോർമലി വന്നിരുന്ന ഫ്രണ്ടിൽ നോക്കുമ്പോൾ പിന്നെ ക്യാരിയറിലും ലൈറ്റ് ഉണ്ടാവും. അത്ര ഒരു ബ്രൈറ്റ്നെസ് ഉള്ള ഒരു ഇതല്ല. ആർക്കും ഒരു ഇറിറ്റേഷൻ വന്ന മോഡലിൽ ലൈറ്റ് അല്ല. വണ്ടിയുടെ ഒരു ലുക്കിനെ അത് ബാധിക്കുകയും ചെയ്യണം. എന്നാൽ ആൾക്ക് എതിരെ വരുന്നവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാം ചെയ്യുമ്പോൾ അങ്ങനെ മാക്സിമം ചെയ്യാറുള്ളു. പിന്നെ എല്ലാം യൂസ് ചെയ്യണ പ്രീമിയം വൈപ്പർ ബ്ലേഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. മോക്കോ ബ്രാൻഡിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. വന്നതിൽ ഏറ്റവും ഒരുമാതിരി കൂടിയ ക്വാളിറ്റി തന്നെയാണ്. ഡിസൈൻ വ്യത്യാസം നമ്മുടെ നോർമലി വരുന്ന പോലെ തന്നെ കുറച്ചുകൂടി ഇതായിട്ടുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് തന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ കളറാണ്. ഈ കളറിനെ കുറിച്ചൊന്ന് പറയാമോ? കളർ ഇത് ഡുവൽ ടോൺ ആയിട്ടാണ് കൂടുതൽ തോന്നണം. ഡുവൽ ടോൺ ആണ് കളർ. അതിൻ്റെ അത് ബ്ലാക്ക് ആയിരിക്കും നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ആംഗിൾ മാറാനനുസരിച്ച് വണ്ടിയിൽ ചെറിയ ഡിഫറൻസ് പർപ്പിള് എന്നാൽ നല്ല വെയിലത്ത് പർപ്പിളായിട്ട് കാണുകയും ചെയ്യും. നമ്മൾ ഇച്ചിരി ഡാർക്കർ ഫീലിലൊക്കെ ഇപ്പൊ തന്നെ കാണാൻ പറ്റും. 2 ഷെയ്ഡ് ആയിട്ടുള്ള ലൈറ്റ് അടിക്കുന്നിടത്ത് പർപ്പിൾ ഉണ്ട്, ലൈറ്റ് ഇല്ലാത്തടത്ത് ബ്ലാക്ക് ആയിട്ട്. പിന്നെ ഡിപ്പിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഫോഗ് ലാമ്പിന്റെ കവേഴ്സ് ഒക്കെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഫൈബർ തന്നെയാണ് ഡിപ്പ് ചെയ്തത്. മൊത്തത്തിൽ പറഞ്ഞ 2014 മോഡൽ വണ്ടിയിൽ നിന്ന് ഫ്രണ്ട് ഫുള്ളായിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. 22 മോഡലിലേക്ക് ഫുള്ളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതും നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അല്ലേ? പിന്നെ നമുക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ അലോയ് വീൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രത്യേകത ഇതിപ്പോ വരുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഇത് ജീപ്പ് ടയേഴ്സ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ പുതിയ അലോയ്സ് ആണ്.
നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് കസ്റ്റമറുടെ പുതിയ ടയർ തന്നെയായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് 235 ആണ്, 75 80 ടയറാണ്. 80 എന്ന് പറയുമ്പോൾ നമുക്ക് MT ബേസ് കുറച്ചുകൂടി അതൊക്കെ ഇതിനകത്ത് വേറെ ലുക്ക് ആണെങ്കിലും പക്ഷെ നമുക്ക് റോഡിലൂടെ ഓടിക്കുമ്പോൾ ഒരു കംഫർട്ട് നല്ല വ്യത്യാസം വരും. ഇത് പക്ഷെ ആ ഒരു ഇതുണ്ടാവില്ല. ഈ അലോയിന് അത് ചേരുന്നുണ്ട്. ഈ അലോയ്ക്ക് MT ഇണങ്ങുന്നത് കൂടുതലും 80 ടയറാണ് നല്ലത്. മറ്റേത് എനിക്ക് തോന്നുന്നു റിം ആയതുകൊണ്ട് സ്റ്റീൽ റിം ആയതുകൊണ്ട് വൈഡ് റിം ആയിട്ടുള്ള ഒരു. പിന്നെ നമ്മളിവിടെ ഇത് ഡീക്രോമി ചെയ്തിട്ടുണ്ട്. നമ്മളെ ലോഗോസ് എല്ലാം കസ്റ്റമർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഡിപ്പിംഗ് ആക്കിയിട്ടുണ്ട്. സൈഡിങ് ഒക്കെ ഡിപ്പിംഗ് ആണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസ് അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ആ ഒരു ഇത് വരുള്ളൂ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോ മഴയതുകൊണ്ട് മൊത്തം ഒന്ന് ഇതായിട്ട് മൊത്തം ചെളിയോ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയും നമ്മള് ഇത് നമ്മള് കസ്റ്റം വേറെ വാങ്ങിച്ചതാണോ അതോ അല്ല പുതിയത് മേടിച്ചാണ്. കാരണം പഴയത് നമ്മൾ അടച്ചെടുക്കുമ്പോൾ ഒടിഞ്ഞു പോകുന്നത്. നമ്മള് പുതിയത് വലിയ വില വരുന്നില്ല സാധനത്തിന്. അപ്പൊ അത് നമ്മൾ മേടിച്ചിട്ട് ഡീക്രോം ചെയ്തിരിക്കുകയാണ്. ഈ എയർവെന്റും നമ്മളത് ഡിപ്പിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ റെയിൻ ഗാർഡ്സ്, അങ്ങനെ ഫുഡ് സ്റ്റെപ്പ് പിന്നെ സ്റ്റോക്ക് തന്നെ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഫുഡ് സ്റ്റെപ്പിലേക്ക് കിടന്നില്ല. കസ്റ്റമർ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യം അതാണ്, ബ്ലാക്ക് ആയിട്ട് നിൽക്കണം എന്നുള്ളത്. അത് നമ്മള് ഇതുമേ വരുന്നത് കൂടുതൽ ഒരു അലുമിനിയം കളർ ആയിരിക്കും. അപ്പൊ അതിനത്ര ഒരു ഇതാവൂല. അപ്പൊ അതുകൊണ്ടിട്ട് ആ ഒരു പീസ് ബ്ലാക്കിൽ നിർത്തിയത് അതാണ്. അതങ്ങനെ നിർത്തിയോണ്ട് എനിക്ക് തോന്നുന്നു കസ്റ്റം വേറെ ചെയ്തില്ലെങ്കിലും അതിനൊരു ഭംഗിയുണ്ട്. കാണാനായിട്ടൊരു കുറച്ചുകൂടി ഒരു ഇതുള്ള മോഡലാണ്. പിന്നെ ഇത് ഫുള്ളായിട്ട് തന്നെ അടിച്ചത്. ഇത് ഫുള്ളായിട്ട് തന്നെ അടിച്ചത്. ഇപ്പൊ കസ്റ്റമർ ഒരു മോഡൽ നമുക്ക് പറഞ്ഞു തന്നിട്ട് ആ ഒരു മോഡലിൽ തന്നെ നമ്മൾ ചെയ്തതാണ്. അത്യാവശ്യം വെയിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇതാണ്. ഇച്ചിരി ഹൈറ്റ് വന്നാൽ ഈ കാരിയറിന് ഒരു ലുക്ക് ഉള്ളത്. അതാണ് ഹൈറ്റ് നിർത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കാരിയർ ഇഷ്ടമുള്ള മോഡലിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. നമ്മൾ മുമ്പ് ചെയ്തിരുന്നതാണ് പ്രോഡക്റ്റ്, അതിന്റെ ഫുൾ ലെങ്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോ വേറൊരു മോഡലാണ്. ഇത് വരുന്നതിൽ നമ്മള് വെറൈറ്റികൾ അതിനുശേഷം ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലേ. കാരിയർ ഒരുപാട് പേര് നമുക്ക് അത് കസ്റ്റമർ നമ്മളോട് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നമ്മള് പറഞ്ഞ പുള്ളിനോട് മാറ്റാൻ പറ്റില്ല. അവർക്ക് അവരുടേതായ വണ്ടിക്ക് ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. അത് നമ്മൾ ചെയ്തു. കാരിയർ ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് എൻക്വയറി ഇടാറുണ്ട്. അപ്പോൾ ഞാൻ നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോൾ കാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ശരിക്കും കസ്റ്റമാണ്, ഫുള്ള് കസ്റ്റം ചെയ്തെടുക്കുന്നതാണ്. A to Z നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ മോഡലിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്തെടുക്കുന്ന ഒരു കാരിയറാണ്. അല്ലാതെ റെഡി വരുന്നില്ല. അപ്പോൾ നിങ്ങൾ പറയുമ്പോൾ മാത്രമേ ഇതിന്റെ ആ ഒരു രീതിയിൽ നമ്മൾ മേക്ക് ചെയ്യുള്ളൂ. അല്ലാതെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ടാക്കി വെക്കൂല. കാരണം ഇപ്പൊ ചിലപ്പോൾ മോഡൽ നമ്മൾ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഓരോരുത്തരും ഓരോ ഐഡിയ ആയിട്ട് വരുന്ന ആൾക്കാർ. അതെ അതെ. അല്ല, ചിലവർക്ക് ഫുൾ ആയിരിക്കും, ചിലർക്ക് ഹാഫ് ആയിരിക്കും, പിന്നെ ഹൈറ്റ് അതൊക്കെ എല്ലാവർക്കും വേറെ വേറെ രീതിയിലായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എൻക്വയറീസും കാര്യങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളുടെ മോഡൽ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് ഏത് രീതിയിലാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഏത് രീതിയിൽ വേണേലും ബൊലേറോയിൽ നമുക്ക് എന്ത് ചെയ്യാം. ബൊലേറോ അല്ലാണ്ട് വണ്ടികളൊക്കെ ചെയ്യാറുണ്ട് വണ്ടി. പിന്നെ കൂടുതൽ വരുന്നത് എൻക്വയറീസ് വരുന്ന വണ്ടി ആയതുകൊണ്ടിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഇതിന്റെ ടൈൽ ലൈറ്റ്സും നമ്മൾ ന്യൂ മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഇത് ബൊലേറോന്റെ തന്നെയാണ്. ബൊലേറോയുടെ തന്നെയാണ്. BS6 വരുന്ന ടോപ്പ് എൻഡിൽ വരുന്ന മോഡലാണ് വരുന്നത്. A6 മറ്റേ മോഡൽ വരുന്നുണ്ട്. അത് അതിന്റെ ഏറ്റവും കുറഞ്ഞ വേരിയന്റിൽ വരുന്ന അതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഡിപ്പിങ്ങിലേക്ക് ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് താഴത്തേക്കാക്കി പ്ലേസ് ചെയ്തിട്ടുണ്ട്. മറ്റേത് വരുമ്പോൾ ഒരു രസമില്ല, ഒരു നമ്പർ പ്ലേറ്റ് ഇങ്ങോട്ട് മാറുമ്പോഴാണ് അതിൻ്റെതായ ഒരു ഭംഗി വരുന്നത്. പിന്നെ ശരിക്കും ഇത് ഒരു പ്രത്യേക ലുക്ക് തന്നെയാട്ടോ. കാരണം ഞാൻ കൂടുതൽ കണ്ടായിരുന്നു നോർമൽ ടൈപ്പ് അലോയ്സും പിന്നെ റിമ്മോട് കണ്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇടയ്ക്ക് ചെയ്ത വർക്കില് ഈ ഒരു ടൈപ്പ് ആദ്യമായിട്ട് കാണും. കസ്റ്റമറുടെ ഏറ്റവും ഇതായിട്ടുള്ള ഡിമാൻഡ് ആയിരുന്നു ബ്ലാക്ക് അലോയ്. അപ്പൊ നമ്മള് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് ഇപ്പൊ. ഏറ്റവും കപ്പുണ്ട്. ഇതിന്റെ കപ്പ് ഊരേണ്ടി വരില്ല നമുക്ക്. ഇതൊരു ഇമ്പോർട്ടന്റ് സാധനമാണ്. കാരണം മിക്കവരും പ്രശ്നമാണ് നോർമൽ അലോയ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഈ കപ്പ് കംപ്ലൈന്റ് ആവുന്നത്. കാരണം ഇത് കറക്റ്റ് ഫിറ്റിംഗ് ആണ് അല്ലേ? അത് അല്ലെങ്കിൽ തന്നെ ഫിറ്റ് ചെയ്തിരിക്കാൻ ഇത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും, ഊരി എടുക്കാൻ പറ്റുന്ന മോഡലിലാണുള്ളത്. അത് ചില വണ്ടിക്ക് ഇതിന്റെ വീൽ ബോൾട്ടിനൊക്കെ പ്രശ്നം വരുമ്പോൾ ഒരു ഇത് വരും. അപ്പൊ ആ ഒരു മോഡൽ എല്ലാത്തിലും കൺവെർട്ട് ചെയ്തിരിക്കുന്നതാണ്. പെട്ടെന്ന് എനിക്കൊന്നും എടുത്തു പറയാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് ഈ ഇതിന്റെ ഒരു അലോയ് വീൽ. പിന്നെ റിയർ ഫുഡ് സ്റ്റെപ്പും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, മോഡലിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. മറ്റേതും ആ ഒരു അലുമിനിയത്തിന്റെ ആ ഒരു ഇതിൽ തന്നെ വരുന്നതാണ്. അങ്ങനെ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ എക്സ്റ്റീരിയർ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? ഇന്റീരിയറിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഇന്റീരിയറിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ പുതിയ മോഡലിലേക്ക് കുറെ കാര്യങ്ങൾ ന്യൂ മോഡലിലേക്ക് മാറ്റി ഒരു പുതിയ വണ്ടിയുടെ ലുക്ക് ആക്കിയിട്ടുണ്ട്. ഇന്റീരിയറും അടിപൊളി തന്നെയാണ്. അപ്പൊ നമുക്ക് ഇന്റീരിയർ കാണാം. ഇന്റീരിയർ ഉണ്ടല്ലോ. ആയിക്കോട്ടെ.
ഫസ്റ്റ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന സാധനമാട്ടോ ഇതിന്റെ പെഡൽ കവറുകൾ. ഇത് വെറൈറ്റി ആണ്. ഇത് എന്താ സംഭവം ശരിക്കും? അത് നമ്മൾ അതിന്റെ പൊക്കത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. എക്സ്ട്രാ അതിലുള്ള റബ്ബർ എടുത്ത് മാറ്റി. ഇത് മാത്രമല്ല ഒരു ഭംഗി, ഒരു നമുക്ക് നമ്മുടെ വണ്ടിയെ കാണുമ്പോൾ ഒരു ഇത് വേണ്ട, അതിന് വേണ്ടിട്ട് ആൾക്കാർ മാത്രം കണ്ടാൽ പോലും നമുക്കും തോന്നണ്ടേ. ഇപ്പൊ ഡോറ് തുറക്കുമ്പോൾ തന്നെ ചെറിയൊരു ലൈറ്റും ഉണ്ട്. ആ ഒരു എന്ന് വെച്ചാൽ ഡിസ്റ്റർബ് ഇല്ലാത്ത ടൈപ്പിലാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇന്റീരിയർ സൈഡ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ട് ഡിപ്പിംഗ് വർക്കും ഉണ്ട്, പിന്നെ സ്റ്റീരിയോയുടെ പാനല് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഫുള്ള് വണ്ടി ഇന്റീരിയർ ഒരു റൂഫും നമ്മൾ ഇതൊക്കെ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ്സ് ബ്ലാക്കാണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ന്യൂ മോഡൽ ആക്കിയിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ മോഡൽ ബൊലേറോയിൽ വരുന്ന ഒരു ഹാൻഡ് റെസ്റ്റ് ഇതാണ്. നമുക്ക് പക്ക ഒരു റെസ്റ്റിംഗ് ആണ്. മറ്റേന്ന് പറഞ്ഞാൽ ഒരു ഹാൻഡിൽ വന്നിട്ട് നമുക്ക് അത്ര ഒരു കംഫർട്ട് ഇല്ല. ഇത് ഭയങ്കര കംഫർട്ടാണ് സാധനം. ഇത് നമ്മൾ ഡോറൊന്നും ചേഞ്ച് ചെയ്തില്ല. ഇല്ല, ഡോറൊന്നും ചെയ്യില്ല. അതിൽ നമ്മൾ ഓൾട്ടർ ചെയ്ത് പിടിപ്പിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ സീറ്റ് ലെതർ, ഫുള്ളി ലെതറാണ്. നല്ല ക്വാളിറ്റി കൂടിയ ലെതറിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഉണ്ട്. നമുക്ക് ലോങ് റൈഡിനൊക്കെ പക്കയാണ്. ഞാൻ അത്യാവശ്യം ഒരു 100 കിലോമീറ്റർ അടുത്തൊക്കെ ഓടിച്ചു നോക്കിയാൽ നമുക്ക് നല്ല കംഫർട്ടായിട്ട് അത് തോന്നിയാണ്. ക്ലോബോക്സ് ഒക്കെ അത് ആ കളറിലേക്ക് കൊടുത്ത്, അത് കാരണം മൊത്തം ഒരു ബ്ലാക്ക് വരണ്ടല്ലാന്ന് ഓർത്തിട്ട് ഇത് ഡബിൾ കോമ്പാണ്. പിന്നെ സ്റ്റീരിയോയില് ഡബിൾ ക്യാമറ റെക്കോർഡിംഗ് ഉള്ള മോഡലാണ്. അത് നമുക്ക് 2 റെക്കോർഡിംഗ് ഉള്ള മോഡൽ തന്നെയാണ് വരുന്നത്. ഇത് റിയറും ഉണ്ട്, മറ്റേ തന്നെ ഫ്രണ്ടും ഉണ്ട്. ഫ്രണ്ടും വരുന്നുണ്ട്. അപ്പൊ ആ 2 മോഡലുള്ള മോഡലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തുനിന്ന് മാത്രമല്ല, ഉള്ളിലിരുന്നാലും നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടും. നമുക്ക് എല്ലാവരും പ്രീമിയം ഫീൽ കിട്ടും. ഈ ഒരു പുതിയ വണ്ടിയുടെ ഒരു ഫീൽ 2014 വണ്ടിയാന്ന് പറഞ്ഞത് ഏകദേശം 10 വർഷമായി. എന്നിട്ട് ഈ ഒരു ലുക്കിലേക്ക് നമ്മൾ മാറ്റിയല്ലേ. നമ്മള് ഇപ്പൊ നമ്മുടെ കസ്റ്റമർക്കും അതാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ കൊടുത്തു പുതിയത് മേടിച്ചിട്ട് പിന്നെ അതിന്റെ പുറകെ നടക്കണ കാര്യമില്ല. ഏത് വണ്ടി എടുത്താലും പണിയണം. അതിനുള്ളത് പണിത് കൊണ്ട് നടക്കണല്ലോ. അപ്പൊ ഇന്ന് ഈ ഒരു വണ്ടി നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാല്ലേ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമോ? കസ്റ്റമർ ഗിരീഷ് എന്നാണ് പുള്ളിയുടെ എടപ്പാള്, അവിടെയാണ് വീടുള്ളത്. അപ്പൊ പുള്ളി പുറത്താണ്, ഗൾഫിലാണുള്ളത്. അപ്പൊ പുള്ളിക്ക് വേണ്ടിയിട്ട് പകരം പുള്ളിയുടെ ബ്രദറാണ് വന്നിരിക്കുന്നത് വണ്ടി മേടിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ബ്രദറിനെ വിളിക്കാം. അപ്പൊ പേരെന്തായിരുന്നു? പ്രജീഷ്. വണ്ടി കണ്ടിട്ട് എന്താ പറയാനുള്ളത്? ഇത് ചെയ്തെടുത്തു, കസ്റ്റം ചെയ്തെടുത്തു. വർക്കും കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു ഇതെങ്ങനെയുണ്ട്? പഴയ വണ്ടിയെ അല്ലാണ്ടല്ലേ? പഴയ വണ്ടി ഓടിച്ചിട്ടുണ്ടാ? കണ്ടിട്ടുണ്ടാ? സ്ഥിരം ഓടിക്കുന്ന വണ്ടിയാണല്ലോ അല്ലേ? അത് കണ്ടിട്ട് ഇത് വന്ന് കാണുമ്പോ ഒരു ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് നമ്മള് പ്രതീക്ഷിച്ച ഒരു രീതിയിൽ തന്നെ ആയിട്ടുണ്ട് വണ്ടി. അതിനൊക്കെ നന്നായിട്ടുണ്ട്. ഇതാണ് കസ്റ്റമറിന്റെ ഒരു ഇത്. അപ്പൊ കൊടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കസ്റ്റമർക്ക് ഉണ്ടെങ്കിലും, അതിപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും എന്ത് രീതിയിലുള്ള കസ്റ്റമൈസേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജിഫ്രീനെ കോൺടാക്ട് ചെയ്താൽ മതി. ജിഫ്രീൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമുക്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ എന്ത് രീതിയിലാണെങ്കിലും കസ്റ്റം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല നമുക്കിപ്പോൾ എല്ലാ സാധനങ്ങളും. നിങ്ങൾ പറയുന്ന ഏത് മോഡലാണോ നമുക്ക് ചെയ്യാം. ഏത് വണ്ടിയിലാണെങ്കിലും ചെയ്യാം. അതുകൊണ്ട് ബൊലേറോയിൽ കൂടുതൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏത് വണ്ടിയിൽ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളായിരിക്കും, ഓരോ കളറുകളായിരിക്കും, ഓരോ രീതിയായിരിക്കും, ഓരോ ഡിസൈനായിരിക്കും ക്യാരിയറൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഇഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ കാര്യങ്ങളും എമൗണ്ടും കാര്യങ്ങളും അതൊക്കെ അതിൻ്റെ ഒരു എത്ര ടൈം എടുക്കും എല്ലാ കാര്യങ്ങളും ജിഫ്രിയോട് തന്നെ ചോദിച്ചാൽ മതി. അപ്പോൾ ജിഫ്രി ഇപ്പോൾ മുട്ടത്ത്, ആലുവ മുട്ടത്ത് മുട്ടയാടിൻ്റെ അവിടെ നിന്ന് ആ ഒരു മുട്ടം ഇതവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ? ഏകദേശം അധികം ദൂരമൊന്നുമില്ല. മെയിൻ ഹൈവേ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റും. അപ്പോൾ എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ ഫോൺ വിളിച്ച് സംസാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊണ്ട് വർക്ക് ചെയ്യാം. ഇപ്പൊ എന്ത് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും വിളിച്ചാൽ പോരെ. പിന്നെ നമ്മളിപ്പോ ഒരുപാട് പേര് വിളിക്കാറുണ്ട്, സംശയങ്ങൾ ചോദിക്കാനായിട്ട് വിളിക്കുന്നവരുണ്ട്. പറഞ്ഞു കൊടുക്കുക. അതെ അതെ, അതാണ് നമ്മുടെ അല്ലാതെ കംപ്ലൈൻസ് ആയിട്ട് വിളിക്കുന്നവരുണ്ട്. പിന്നെ എന്തിനാണെങ്കിലും നമുക്ക് സമയം അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്.
അത് നിങ്ങള് തിരക്ക് പിടിച്ചിട്ട് വരരുത്. നമ്മളിപ്പോ ഒരു 10-15 ദിവസം താമസിച്ചാലും നമ്മൾ ഇതാക്കി കൊടുക്കൂല, വെറുതെ വെച്ച് നമ്മൾ ചെയ്തിട്ട് കാര്യം. അല്ല, വർക്കിന് പെർഫെക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എനിക്ക് തോന്നുന്നു ചിലവർ വിളിച്ചിട്ട് കിട്ടണില്ല, മെസ്സേജ് റിപ്ലൈ ചെയ്യാന്നൊക്കെ പറയാം. അപ്പോൾ അതും തിരക്കിലാണ സമയത്ത് ചിലപ്പോൾ കോൾ എടുക്കാനും മെസ്സേജിന് റിപ്ലൈ തരാനും പറ്റിയെന്ന് വരില്ല. നിങ്ങളൊരു മെസ്സേജ് അയച്ചിടാം കോൾ ചെയ്തിട്ട് എടുത്തില്ലെങ്കിൽ, അപ്പോൾ അതിനെന്തായാലും റിപ്ലൈ തരും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് കിട്ടുമെന്ന് 100% ഉറപ്പാണ്. കാരണം ഞങ്ങൾ തന്നെ ഇപ്പോൾ കുറേ വണ്ടികൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ വണ്ടിയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തത്. ഇനിയുള്ള വണ്ടികളും അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ടാണ് എല്ലാവർക്കും ബൈ ബൈ.